പരിശുദ്ധാത്മാവേ എന്നിൽ വന്നു നിറയണമേ. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ. പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ. പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 18-ാം തിരുവചനം, ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല, ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വരും. കർത്താവേ, ഈ വചനത്തിൽ പൂർണ്ണമായി വിശ്വസിക്കുന്നു. ഈ വചനത്തിൻ്റെ പൂർത്തീകരണമായി അങ്ങ് ഇപ്പോൾ പരിശുദ്ധമായ ആൾത്താരയിൽ എഴുന്നള്ളിയിരിക്കുന്നു. അങ്ങ് ഞങ്ങളെ അനാഥരായി വിടുകയില്ലെന്ന് ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിച്ച് അങ്ങേക്ക് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ശ്രീ ആരാധന 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 ആരാധന. ഹല്ലേലൂയ. ശ്രീ ആരാധന ആരാധന. നമ്മൾ ആത്മാവിൽ ഈശോയെ കണ്ടുകൊണ്ട്, കണ്ണു തുറന്ന് നമ്മൾ ഈശോയെ ദിവ്യകാരുണ്യത്തിൽ കണ്ടുകൊണ്ട് നമുക്ക് ഈശോയെ ആരാധിക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യനാഥനായ ഈശോയ്ക്ക് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യനാഥനായ ഈശോയ്ക്ക് നിത്യസ്തുതിക്ക് യോഗ്യനായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യനാഥനായ ഈശോയ്ക്ക് കർത്താവ് പ്രത്യേകമായി നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന കരുണയുടെ തിരുമണിക്കൂർ. വിശുദ്ധ ഫൗസ്റ്റീനയിലൂടെ ഈശോ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, ഈ മണിക്കൂറിൽ ചോദിക്കുന്ന ഏത് കാര്യവും, പ്രത്യേകിച്ച് ആത്മാവിൻ്റെ രക്ഷ പോലുള്ള കാര്യങ്ങളും അപ്പോൾ ഭൗതികമായ അനുഗ്രഹങ്ങളും ഈശോയുടെ നാമത്തിൽ നമ്മൾ ചോദിക്കുമ്പോൾ ഈശോ സമൃദ്ധമായി അനുഗ്രഹം വർഷിക്കപ്പെടുന്ന സമയം. പൗലോസ് വ്യക്തമായി ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 6-7 തിരുവചനത്തിൽ പറയുന്നു, ഒന്നിനെക്കുറിച്ചും ആകുലരാകണ്ട, നിങ്ങളുടെ പ്രാർത്ഥനകളും അപേക്ഷകളും കൃതജ്ഞതാസ്തോത്രങ്ങളോടെ ദൈവസന്നിധിയിൽ അർപ്പിക്കുവിൻ. അപ്പോൾ നമ്മുടെ ധാരണകളെ അതിലംഘിക്കുന്ന ദൈവത്തിൻ്റെ സമാധാനം നമ്മുടെ ഹൃദയങ്ങളെയും ചിന്തകളെയും യേശു ക്രിസ്തുവിൽ കാത്തുകൊള്ളും. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനത്തിൽ പൗലോസ് എഴുതി വച്ചിരിക്കുന്ന കാര്യം, നമ്മുടെ ചിന്തകളെ, നമ്മുടെ ധാരണകളെ അതിലംഘിക്കുന്ന ദൈവത്തിൻ്റെ സമാധാനം. അതിനുവേണ്ടി ദൈവം ഒരുക്കിയിരിക്കുന്ന പ്രത്യേക സമയമാണ് നമ്മുടെ പ്രാർത്ഥനകളും യാചനകളും ഒക്കെ ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുവാൻ ദൈവം ക്രമീകരിച്ചിരിക്കുന്ന ഈ 3 മണി സമയം. ദൈവത്തിൻ്റെ കരുണയ്ക്കായി നമുക്ക് വളരെ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. ഇന്ന് തിരുസഭാ മാതാവ് നമുക്ക് നൽകിയിരിക്കുന്ന വചനം ധ്യാനിക്കാൻ വേണ്ടി നൽകിയിരിക്കുന്ന വചനഭാഗം ലൂക്കായുടെ സുവിശേഷം 6-ാം അധ്യായം 1 മുതൽ 5 വരെയുള്ള തിരുവചന ഭാഗം. ഇവിടെ വചനം വ്യക്തമായി പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ്, മനുഷ്യപുത്രൻ സാപത്തിൻ്റെയും കർത്താവാണ്. നമുക്ക് ഈ പശ്ചാത്തലമൊക്കെ വളരെ വ്യക്തമായിട്ട് അറിയാവുന്ന കാര്യമാണ്. കാരണം ലൂക്കായുടെ സുവിശേഷം 6-ാം അധ്യായം 1 മുതൽ 5 വരെയുള്ള അവിടെ വ്യക്തമായി പ്രതിപാദിക്കുന്നത് ഇങ്ങനെയാണ്, യേശു വയലിലൂടെ നടന്നു പോവുകയായിരുന്നു, അവൻ്റെ ശിഷ്യന്മാരും കൂടെ ഉണ്ടായിരുന്നു. അവർ നടന്നു പോകുമ്പോൾ, അന്ന് സാപത്തായിരുന്നു, അവർ വയലിലൂടെ കടന്നു പോകുമ്പോൾ അവർ ഗോതമ്പ് മണികൾ തിരുമ്മി ഭക്ഷിച്ചു. നമുക്കറിയാം, ഒരു യഹൂദിനെ സംബന്ധിച്ച് സാബത്ത് എത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ദിവസമാണ്. മറ്റു ജോലികളൊക്കെ മാറ്റിവെച്ച് ദൈവത്തിനായി പ്രത്യേകം സമർപ്പിക്കപ്പെട്ട ഒരു ദിവസം. ആ ദിവസം യഹൂദരായ ശിഷ്യന്മാർ അവർ ഗോതമ്പ് മണികൾ പറിച്ച് തിരുമ്മി ഭക്ഷിക്കുന്നു. ഈശോ ഇത് കണ്ടിട്ട് ഈശോ അവരെ കുറ്റപ്പെടുത്തുന്നില്ല. ഫരിസേയർ പറയുന്നുണ്ട്, സാബത്തിൽ നിഷിദ്ധമായത് നിന്റെ ശിഷ്യന്മാർ ചെയ്യുന്നത് എന്തുകൊണ്ട്? ഈശോ അവിടെ പരസ്യമായി ശിഷ്യന്മാരെ കുറ്റപ്പെടുത്തുന്നതോ വിധിക്കുന്നതോ നമ്മൾ കാണുന്നില്ല. ഈശോ അവിടെ ഒരു ന്യായീകരണം ഫരിസേയർക്ക് കൊടുക്കുകയാണ്. പഴയ നിയമത്തിൽ രാജാക്കന്മാരുടെ പുസ്തകത്തിൽ ഒരു അധ്യായത്തിൽ ഇങ്ങനെ പ്രതിപാദിക്കുന്നുണ്ട്, ദാവീദും തൻ്റെ കൂടെയുള്ളവരും അവർക്ക് വിശന്നപ്പോൾ അവർ ദേവാലയത്തിൽ കടന്ന് പുരോഹിതന്മാർക്ക് മാത്രം ഭക്ഷിക്കാവുന്ന കാഴ്ചയപ്പമെടുത്ത് ഭക്ഷിക്കുകയും അവൻ കൂടെയുള്ളവർക്ക് കൊടുക്കുകയും ചെയ്തില്ലേ? ഇതൊരു ന്യായീകരണമായിട്ടല്ല ഈശോ പറയുന്നത്. കാരണം നമ്മുടെ ജീവിതം സാബത്ത് ആചരണം വരെ എത്തിയിട്ടുള്ളൂ. അതിനു മുകളിൽ സാബത്തിനെ സൃഷ്ടിച്ച, സാബത്ത് ആ കൽപ്പന നൽകിയ പിതാവായ ദൈവം, ആ ദൈവത്തിൻ്റെ മറ്റൊരു രൂപം പുത്രനായ ദൈവമാണ് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നതെന്ന് ഈശോ പറയാതെ പറയുന്നുണ്ട്. ആ ഒരു തലത്തിലേക്ക് നമ്മുടെ ജീവിതം വളർന്നിട്ടുണ്ടോ എന്ന് ഈശോ ചോദിക്കുകയാണ്. നമ്മുടെ ആചാരാനുഷ്ഠാനങ്ങളിൽ മാത്രമാണോ നമ്മുടെ വിശ്വാസ ജീവിതം കെട്ടിപ്പെട്ട് കിടക്കുന്നത്? അതിനപ്പുറമുള്ള
വിശ്വാസത്തിന് മറ്റൊരു തലത്തിലേക്ക് നമ്മുടെ ജീവിതം വളർന്നിട്ടുണ്ടോ എന്ന് ഈശോ ചോദിക്കുകയാണ്. കാരണം ഞാൻ ഈ സാപത്തിൻ്റെയും കർത്താവാണ്. ഇവിടെ ഏറ്റവും വേദനിപ്പിക്കുന്ന മറ്റൊരു കാര്യം, ഈശോ അവരുടെ കൂടെ മുമ്പിൽ നിന്നിട്ടും, ദൈവമായ ഈശോ അവരുടെ മുമ്പിലായിരുന്നിട്ടും അവർക്ക് അത് തിരിച്ചറിയാൻ സാധിക്കുന്നില്ല. ഇതിനെക്കുറിച്ച് സ്നാപക യോഹന്നാൻ ജ്ഞാനസ്നാനം നൽകുന്ന സമയത്ത് ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട്. സ്നാപക യോഹന്നാനോട് യഹൂദർ ചോദിക്കുന്നുണ്ട്, നീ ഏലിയയാണോ, നീ യേശയ്യാണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നൊരു കാര്യമാണ്, നിങ്ങളറിയാത്ത ഒരുവൻ നിങ്ങളുടെ മധ്യേ നിൽപ്പുണ്ട്. യോഹന്നാൻ്റെ സുവിശേഷത്തിലാണ് ഈ ഭാഗം നമ്മൾ കാണുന്നത്. 1-ാം അധ്യായം 26-ാം തിരുവചനം. നിങ്ങളറിയാത്ത ഒരുവൻ നിങ്ങളുടെ മധ്യേ നിൽപ്പുണ്ട്. അതുതന്നെയാണ് ഈശോയോട് ഓർമ്മിപ്പിക്കുന്നത്. പിതാവായ ദൈവം നിങ്ങൾക്ക് 10 കൽപ്പന മോശയ്ക്ക് സീനായി മലയിൽ വെച്ച് നൽകി, സാബത്ത് ആചരിക്കണമെന്നൊക്കെ പറഞ്ഞുള്ള കൽപ്പന നൽകുമ്പോൾ ആ ദൈവത്തിൻ്റെ മറ്റൊരു രൂപം, പുത്രനായ ദൈവം നിങ്ങളുടെ മുമ്പിൽ സാബത്തിനെ സൃഷ്ടിച്ച ദൈവമെന്ന് ഈശോ പറയാതെ പറയുകയാണ്. അപ്പോൾ ആ ബോധ്യമില്ലാത്തൊരു ജനത്തോട് ഈശോ പറയുന്നു, ഞാൻ ദൈവമാണെന്ന് തന്നെയാണ് ഈശോ മറ്റൊരർത്ഥത്തിൽ പറഞ്ഞു വയ്ക്കുന്നത്. അതാണ് സ്നാപക യോഹന്നാനും പറയുന്നത്, നിങ്ങളറിയാത്ത ഒരുവൻ നിങ്ങളുടെ മധ്യേ നിൽപ്പുണ്ട്. നമ്മളിന്ന് ഈ ആരാധനയിൽ പങ്കെടുക്കുമ്പോൾ, കർത്താവേ, നീ ഞങ്ങളുടെ ഇടയിലുണ്ടെന്നുള്ള ബോധ്യത്തിൽ വളരാൻ ഞങ്ങളെ സഹായിക്കണമേ. നിൻ്റെ സാന്നിധ്യം തിരിച്ചറിഞ്ഞ് ജീവിക്കാൻ ഞങ്ങൾക്കിടയാക്കണമേ എന്ന് നമ്മൾ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. പൗലോസ്ലീഹ പറഞ്ഞതുപോലെ നമ്മുടെ പ്രാർത്ഥനകളും യാചനകളുമൊക്കെ ഈശോയുടെ തിരുസന്നിധിയിൽ സമർപ്പിച്ച് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ പൂർണ്ണമായിട്ട് വിശ്വസിച്ച് പ്രാർത്ഥിക്കണം. ഈ കാര്യങ്ങളിൽ ഇടപെടാൻ ശക്തിയുള്ള സർവശക്തനായ ഒരു ദൈവത്തിൻ്റെ സന്നിധിയിലാണ് ഈ 3 മണി സമയത്ത് ഈ കരുണയുടെ മണിക്കൂറിൽ ഞാൻ ആയിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒരു അറിവ് നമുക്ക് കിട്ടുമ്പോൾ നിത്യജീവനെക്കുറിച്ച് വളരെ വ്യക്തമായി യോഹന്നാൻ ശ്ലീഹ എഴുതി വച്ചിരിക്കുന്നതും ഇതുതന്നെയാണ്. യോഹന്നാൻ്റെ സുവിശേഷം 17-ാം അധ്യായം 3-ാം തിരുവചനത്തിൽ വചനം പറയുന്നുണ്ട്, ഏക സത്യദൈവമായ അവിടുത്തെയും അവിടുന്ന് അയച്ച യേശു ക്രിസ്തുവിനെയും അറിയുക എന്നുള്ളതാണ് നിത്യജീവൻ. ഇന്ന് നമ്മൾ വളരെ വേദനയോടെ ഓർക്കേണ്ട ഒരു കാര്യം, ഈ അറിവിലേക്ക് വളരാൻ നമുക്ക് വേണ്ടത്ര താല്പര്യമുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ്. നമുക്ക് ലഭിക്കുന്ന അനുഗ്രഹങ്ങളെ മാത്രം ഫോക്കസ് ചെയ്തിട്ടുള്ളൊരു ജീവിതമാണോ നമ്മൾ, അതോ നമ്മൾ ഈശോയെക്കുറിച്ച് കൂടുതൽ അറിയാൻ നമ്മൾ ആഗ്രഹിച്ചിട്ടുണ്ടോ? ഇവിടെയൊക്കെയാണ് സുവിശേഷ പ്രഘോഷണത്തിൻ്റെ ആവശ്യകത നമ്മൾ മനസ്സിലാക്കേണ്ടത്. കാരണം പൗലോസ്ലീഹ വ്യക്തമായിട്ട് എഴുതി വച്ചിട്ടുണ്ട്. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 10-ാം അധ്യായത്തിൽ, തങ്ങൾ വിശ്വസിച്ചിട്ടില്ലാത്ത ഒരുവനെ അവർ എങ്ങനെ വിളിച്ചപേക്ഷിക്കും? ഒരിക്കലും കേട്ടിട്ടില്ലാത്തവനിൽ എങ്ങനെ വിശ്വസിക്കും? പ്രസംഗകനില്ലാതെ എങ്ങനെ കേൾക്കും? അയക്കപ്പെടുന്നില്ലെങ്കിൽ എങ്ങനെ പ്രസംഗിക്കും? സുവിശേഷം പ്രസംഗിക്കുന്നവരുടെ പാദങ്ങൾ എത്ര സുന്ദരം! പ്രത്യക്ഷമായും പരോക്ഷമായും നമ്മൾ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുമ്പോൾ നമ്മളും ചെയ്യുന്നത് അതുതന്നെയാണ്. ലോകം മുഴുവൻ്റെയും കരുണയ്ക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അനേകരുടെ ആത്മാക്കൾ ഈശോയെ പ്രതി രക്ഷ അനുഭവിക്കുവാൻ വേണ്ടിയാണ് നമ്മൾ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നത്. ആ ഒരു ബോധ്യം നമ്മുടെ ഉള്ളിലുണ്ടാവണം. നമ്മൾക്ക് ഈശോ നൽകിയിരിക്കുന്ന ഈ വിലപ്പെട്ട സമയം, കർത്താവേ, നിൻ്റെ കൂടെ ആയിരുന്നു ലോകം മുഴുവൻ്റെയും കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ നീ ഒരുക്കിയിരിക്കുന്ന ഈ നിമിഷത്തെ ഓർത്ത് ഞങ്ങൾ നന്ദിയോടെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കാരണം നമ്മൾ ചെയ്യുന്ന ഭക്ത അഭ്യാസങ്ങളോ നമ്മുടെ ആഗ്രഹമോ നമ്മൾ ചെയ്യുന്ന നന്മ പ്രവൃത്തികളോ ഒന്നുമായിരിക്കില്ല ഒരുപക്ഷെ നമ്മളെ ഈശോയിലേക്ക് അടുപ്പിക്കുന്നത്. കാരണം ദൈവത്തിൻ്റെ കരുണയാണ്. അത് വ്യക്തമായി നമുക്ക് മനസ്സിലാകണമെങ്കിൽ ഫരിസേയൻ്റെയും ചുങ്കക്കാരൻ്റെയും ഉപമ നമുക്കറിയാം. ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്ത ഒരു ഫരിസേയനും കരുണയ്ക്കായി പ്രാർത്ഥിച്ച ചുങ്കക്കാരനും. ഇവിടെ നീതീകരിക്കപ്പെടുന്നത് ചുങ്കക്കാരനാണെന്ന് വചനം കൃത്യമായി പറയുന്നു. അപ്പോൾ നമ്മൾ ഈശോയെക്കുറിച്ചുള്ള അറിവിൽ നമ്മൾ എത്രമാത്രം വളരുന്നുണ്ട്? നമ്മൾ ചെയ്യുന്ന ചില ഭക്തി അഭ്യാസങ്ങളിലോ പ്രാർത്ഥനകളിലോ നമ്മുടെ ജീവിതം ഒതുങ്ങിക്കഴിയുകയാണോ? അതിനപ്പുറം ഇതെല്ലാം പരിപാലിച്ച് കാത്തുപരിപാലിക്കുന്ന ഒരു ദൈവത്തെ അറിയാൻ നമ്മൾ വേണ്ടത്ര പ്രയത്നിക്കുന്നുണ്ട്. ആ ഒരു അറിവിലേക്ക് നമ്മൾ വളരുന്നുണ്ടോ എന്ന് നമ്മൾ ഈ കരുണയുടെ മണിക്കൂറിൽ ചിന്തിക്കണം. കാരണം നമ്മളെ ദൈവം പ്രത്യേകം തിരഞ്ഞെടുത്ത് ഈ ശുശ്രൂഷയിൽ ആയിരിക്കുവാൻ ദൈവം തന്ന കൃപ നമ്മൾ ഒരിക്കലും മറക്കരുത്. ഇപ്പോൾ ഒരു ആത്മാർത്ഥതയോടെ നമ്മൾ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കണം. അതുപോലെ തന്നെ മറ്റു ഒരു കാര്യം കൂടി ഉള്ളത്, ഈശോ പറയുന്നുണ്ട്, നമുക്കറിയാം ബലിയർപ്പണത്തിൻ്റെ പ്രാധാന്യം നമുക്കറിയാം. പക്ഷേ വചനം പറയുന്നുണ്ട്, ബലിയല്ല കരുണയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇത് ബലിയർപ്പണത്തിൻ്റെ വില കുറച്ച് കാണാൻ വേണ്ടിയല്ല വചനം പറയുന്നത്. പക്ഷേ അതിനപ്പുറം നമ്മൾ അനുഭവിക്കുന്ന, നമ്മൾ സ്വീകരിക്കുന്ന ദൈവകരുണ
അനേകരിലേക്ക് ചൊരിയപ്പെടാൻ നമ്മൾ ആത്മാർത്ഥമായി പ്രയത്നിക്കണം എന്ന് ഈശോ ഓർമ്മിപ്പിക്കുകയാണ്. അതിന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു ഉപമയാണ് സമരിയാക്കാരൻ്റെ ഉപമ. വചനം വ്യക്തമായി നമ്മളോട് പറയുന്നുണ്ട്, ഒരു പുരോഹിതനും ഒരു ലേവായനും അവരവരുടെ ശുശ്രൂഷയ്ക്കായി പോകുന്നു. പക്ഷേ ഒരു സമരിയാക്കാരൻ, ഒരു വിജാതീയനായ ഒരു മനുഷ്യൻ എടുക്കുന്ന തീരുമാനം, അവൻ്റെ സമയം മാറ്റിവെച്ച് മുറിവേറ്റവർക്ക് വേണ്ടിയുള്ള ജീവിതം അവൻ്റെ ജീവിതം മാറ്റിവെക്കുമ്പോൾ അവൻ ചെയ്യുന്നതും അതുതന്നെയാണ്. ഈശോ പറയുന്നുണ്ട്, നീയും പോയി അതുപോലെ ചെയ്യുക. അപ്പോൾ ബലിയർപ്പണത്തിന് ഇമ്പോർട്ടൻ്റ് ഇല്ലാഞ്ഞിട്ടല്ല, പക്ഷേ അതിനപ്പുറം ആ അനുഭവിക്കുന്ന കരുണ അനേകർക്ക് നൽകുവാനുള്ള ഒരു മനസ്സും ഒരു ഹൃദയവും നമുക്കുണ്ടാവാൻ വേണ്ടി നമ്മൾ ഈ ആരാധനയിൽ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കണം. കർത്താവേ, ഞങ്ങളെ ആ ഒരു ഹൃദയമുള്ളവരാക്കി നീ ഒരുക്കണമേ എന്ന് നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. കാരണം നമ്മുടെ കഴിവോ നമ്മുടെ സാമർഥ്യമോ അല്ല നമ്മുടെ വിശുദ്ധ ജീവിതം. യാക്കോബ് ശ്ലീഹ എഴുതിയ ലേഖനത്തിൽ 2-ാം അധ്യായം 10-ാം തിരുവചനത്തിൽ വചനം പറയുന്നത് ഇങ്ങനെയാണ്: ഒരുവൻ എല്ലാ നിയമങ്ങളും പാലിക്കുകയും ഒരെണ്ണത്തിൽ മാത്രം വീഴ്ച വരുത്തുകയും ചെയ്താൽ പോലും അവൻ എല്ലാ നിയമത്തിലും വീഴ്ച വരുത്തിയിരിക്കുന്നു. ഈ വചനമൊക്കെ വായിക്കുമ്പോൾ നമ്മൾ എങ്ങനെ വിശുദ്ധിയിൽ ജീവിക്കുമെന്ന് പോലും ചിന്തിച്ചു പോകും. കാരണം അവിടെയാണ് ദൈവത്തിൻ്റെ കരുണയുടെ മാഹാത്മ്യം അല്ലെങ്കിൽ മഹത്വം നമുക്ക് തിരിച്ചറിയേണ്ടത്. നമ്മളെല്ലാ കൽപ്പനകൾ പാലിക്കുകയും ഒരെണ്ണത്തിൽ വീഴ്ച വരുത്തുകയും ചെയ്താൽ പോലും എല്ലാത്തിലും വീഴ്ച വരുത്തുന്നുവെന്ന് യാക്കോബ് ശ്ലീഹ തൻ്റെ 2-ാം അധ്യായത്തിൽ 10-ാം തിരുവചനത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഈ ഒരു അവസ്ഥയാണെങ്കിൽ നമ്മളെങ്ങനെ വിശുദ്ധ ജീവിതം ജീവിക്കും? അവിടെയാണ് കർത്താവേ, ഞങ്ങളോട് കരുണ കാണിക്കണമേ, ഒരു വിശുദ്ധ ജീവിതം ജീവിക്കുവാൻ, നിന്നെ പ്രതി നന്മ ചെയ്യുവാൻ, നിന്നെ പ്രതി മറ്റുള്ളവരോട് കരുണ കാണിക്കുവാൻ ഞങ്ങൾക്കിടയാകണമേ എന്ന് ആത്മാർത്ഥമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ ശുശ്രൂഷയിൽ ആത്മന നമ്മൾ പങ്കുചേരുമ്പോൾ നമ്മളും ഈ ഒരു കാര്യം തന്നെയാണ് ചെയ്യുന്നത്. ലോകം മുഴുവനും വേണ്ടി സുവിശേഷത്തിന് ഒരു വേല ചെയ്യുന്നു. അതുപോലെ അനേകർ ഈശോയുടെ കാരുണ്യം അനുഭവിക്കുവാൻ ആത്മാർത്ഥമായി നമ്മൾ പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ നമ്മളും ചെയ്യുന്നത് ഈശോയുടെ പ്രവൃത്തികൾ തന്നെയാണ്. നമ്മൾ ദിവ്യകാരുണ്യ ആശീർവാദത്തിനായിട്ട് ഒരുങ്ങുമ്പോൾ പൗലോസ് ശ്ലീഹ പറഞ്ഞതുപോലെ നമ്മുടെ പ്രാർത്ഥനകളും അപേക്ഷകളുമൊക്കെ നന്ദിയോടെ നമുക്ക് ഈശോയ്ക്ക് സമർപ്പിക്കാം. നമ്മൾ ആർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കുവാൻ കടപ്പെട്ടിട്ടുണ്ടോ അവരെയെല്ലാം ഈ നിമിഷം ഓർത്ത് പ്രാർത്ഥിക്കാം. നമ്മുടെ പ്രാർത്ഥനാ സഹായം നമ്മളോട് ചോദിച്ചവരെയൊക്കെ ഓർക്കാം. നമ്മുടെ പ്രാർത്ഥന ആവശ്യമുള്ളവരെയൊക്കെ നമുക്ക് ഈ നിമിഷം ഈ കരുണയുടെ മണിക്കൂറിൽ ഈ അൾത്താരയിൽ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മൾ സ്നാപയോഹന്നാൻ പറഞ്ഞതുപോലെ നിങ്ങൾ അറിയാത്തൊരുവൻ നിങ്ങളുടെ മധ്യമുണ്ട്. ആഴമായ ഒരു ദൈവാനുഭവം നമുക്ക് ലഭിച്ചിട്ടില്ലെങ്കിൽ നമുക്ക് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാം. ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും ആഴമായ ദൈവാനുഭവം ഉണ്ടാകാൻ വേണ്ടി ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ച് താഴ്ന്ന സ്വരത്തെ സ്തുതിച്ച് നമുക്ക് ദിവ്യകാരുണ്യ ആശീർവാദം സ്വീകരിക്കാം. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന, എന്നുമെന്നും അങ്ങേക്കാരാധന, എന്നുമെന്നും അങ്ങേക്കാരാധന.